മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ്റെ വലിപ്പം സാരമില്ല എന്ന്. ഒന്നിച്ചു നാം ആർപ്പിടുമ്പോൾ വൻമതിൽ വീഴും കാൽച്ചുവട്ടിലെന്ന. ആ വൻമതിൽ വീഴുന്നതിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇസ്രായേൽ മക്കൾ മുഖാന്തരം യെരിഹോ പട്ടണം അടച്ചു. ഒരുവൻ അകത്തോട്ടും കയറരുത്, ഒരുവൻ പുറത്തോട്ടും വരരുത്. യെരിഹോ പട്ടണം എന്ന് പറയുന്നത് ഈന്തപ്പനയുടെ നാട് എന്നാണ് ആവർത്തന പുസ്തകം 34:3 അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് യെരിഹോ പട്ടണം അശ്ശൂർ രാജാവിൻ്റെ കയ്യിലായി. അശ്ശൂർ രാജാവിൻ്റെ കയ്യിലാക്കി കഴിയുമ്പോൾ സ്തോത്രം, നമ്മുടെ ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ഈ യെരിഹോവിൽ ദൈവവചന പഠനം നടന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. 50 പ്രവാചക ശിഷ്യന്മാർ യെരിഹോവിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യെരിഹോം സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കാനും പരിവർത്തിക്കാനും ഒക്കെ തുടങ്ങി. പക്ഷേ ആ സ്ഥലത്ത് കയറി, നമുക്കറിയാം ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവിൻ്റെ പങ്കിന് വേണ്ടി എലിശ പോയ സ്ഥലവും യെരിഹോ പട്ടണം വരുന്നു. 2, അവിടുത്തെ വെള്ളം ചീത്തയാണ്. ഗർഭനാശം വരുത്തുന്ന ഒരനുഭവം യെരിഹോ പട്ടണത്തിനുണ്ട്. അപ്പം ഇതിനെ എങ്ങനെ നിർത്താം? ഈ പട്ടണത്തിൽ കയറി ഒരു നന്മ ദൈവമക്കൾ എടുക്കാതെ വണ്ണം ഇതിനെ അടച്ചു. അപ്പം ദൈവം യോശുവയോട് പറഞ്ഞ ഒരു ഭാഗങ്ങളാണ് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. എവിടെ നോക്കണമേ, ഒരു ദിവസം ഒരു പ്രാവശ്യം പട്ടണത്തെ ചുറ്റണം. അങ്ങനെ 6 ദിവസം. 7-ാം ദിവസം 7 പ്രാവശ്യം ചുറ്റണം. ഇവിടെ എന്ത് കാണിക്കുന്നു? പട്ടണം ഇപ്പം 13 പ്രാവശ്യം ചുറ്റുമ്പോൾ വീഴുമെന്നാണ് അല്ലേ കണക്ക്. 6 ദിവസം 6 പ്രാവശ്യം, 7-ാം ദിവസം 7 പ്രാവശ്യം. ദൈവമക്കൾക്ക് വേണമെങ്കിൽ പറയാം, ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ 13 പ്രാവശ്യം എന്ത് ചെയ്യാം? കറങ്ങി വരാം. എത്രയും പെട്ടെന്ന് ഇതൊന്ന് വിഴുന്ന് അല്ലേ, എത്രയും പെട്ടെന്ന് ഇതൊന്ന് വിഴുന്ന് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ ദൈവം അവിടെ ദൈവമക്കളുടെ ക്ഷമയെ പരീക്ഷിക്കുകയായിരുന്നു. പിടികിട്ടിയാകുക ഇവർക്ക് ക്ഷമ എത്രത്തോളം ഉണ്ട്. നമ്മുടെ പല വിഷയങ്ങൾ പെട്ടെന്ന് അത്യാഗ്രഹപ്പെട്ട് പിടിക്കാൻ നോക്കും. പക്ഷെ അത് ശാശ്വതമായി നമ്മുടെ കയ്യിൽ എന്ത് ഇല്ല, ഇരിക്കില്ല. 2, അതിൻ്റെ 5-ാം വാക്യം. നോക്കണമേ, അവിടെ പറയുന്ന വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്നുകൂടെ വായിച്ചത് സിസ്റ്ററെ. നോക്കണമേ, പുരോഹിതന്മാര് ഒന്നുകൂടെ വായിച്ച ആട്ടിൻ്റെ കൊമ്പ് കൊണ്ടുണ്ടാക്കിയ കാഹളം നീട്ടി ഊതും.
ആ നാദം കേട്ടിട്ട് വേണം. പുരോഹിതന്മാർ കാഹളനാദം നീട്ടി ഊതുമ്പോൾ എല്ലാ ജനവും എന്ത് ചെയ്യണം? കേൾക്കണം. അപ്പം ജനം എങ്ങനെയായിരിക്കണം? സൈലന്റും ശ്രദ്ധാപൂർവമായിരിക്കണം. മനസ്സിലായ നിങ്ങൾക്ക്? ചുമ്മാ എരികോ മതിൽ വിടൂല. ഇവിടെ കുറെ വ്യവസ്ഥകൾ ദൈവം പറഞ്ഞിട്ടുണ്ട്. നീട്ടി ഊതുമ്പോൾ എല്ലാ ജനവും കേൾക്കണം. ഏതെങ്കിലും ഒരു ജനം കേൾക്കരുതെന്നല്ല. എൻ്റെ വീട്ടിൽ നിന്ന് അപ്പം ഉണ്ടല്ല, അപ്പം കേട്ടോളും. അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയുണ്ടല്ല, അമ്മ കേട്ടോളും. മക്കൾ അവിടെ ഇരിക്കും മതിൽ അവിടെ ഇരിക്കും. നീയൊക്കെ എത്ര ഊതിയിരുന്നാലും മതിൽ വീഴൂല. ഇവിടെ കിട്ടിയ ജനമെല്ലാം കേൾക്കണം. ഏതെല്ലാം ജനമുണ്ടോ അവരെല്ലാം കേൾക്കണം. അപ്പോൾ നിങ്ങൾ ആർപ്പിടണം. അതിനു മുമ്പേ ഒരെണ്ണം എന്ത് ചെയ്യരുത്? ശബ്ദം പുറത്ത്. അപ്പോൾ നിങ്ങൾ ആർപ്പിടണം. ആർപ്പിടുന്ന സമയം മതിൽ വീഴും. കണ്ടീഷൻ കണ്ടാ? നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടീഷൻ അംഗീകരിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കണ്ടീഷൻ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണോ? എന്നിട്ട് എങ്ങനെ കയറണം? ഓരോരുത്തൻ നേരെ കയറണം. അല്ലാതെ വളഞ്ഞു വഴി എന്ത് ചെയ്യരുത്. സ്ട്രൈറ്റ് പോണ നിരപ്പിൽ നിരന്ന് തന്നെ എന്ത് ചെയ്യണം? കയറണം. കണ്ടീഷൻ്റെ അവിടെ വെച്ച കണ്ടീഷനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണം. നമ്മൾ പറയും എരികോ മതിൽ വീഴട്ടെ വീഴട്ടെ വീഴട്ടെ, വീഴും. ഹല്ലേലൂയ. ഇത് ഈ ജനം അംഗീകരിക്കാൻ, ഇത് ജനം അനുസരിച്ചു. കാരണം എന്താണെന്നറിയാമോ? ജനത്തിന് വിശ്വാസത്തിൽ ഉറപ്പുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ അംഗീകരിക്കുന്നില്ല, നമുക്ക് ഉറപ്പില്ല. നമ്മളെ വീട്ടിൽ നിന്ന് ഒന്നോ പാതിയോ വരും, വന്നിട്ട് പറയും മതില് വീഴുന്നില്ല എന്ന്. കുറേ കാലം കൊണ്ട് ഞാൻ ഈ മതിൽ തള്ളിയിടാൻ നോക്കണം, പക്ഷെ മതിലെന്ത് ചെയ്യണില്ല, വിടുന്നില്ല. ജനത്തിനൊരു ഉറപ്പുണ്ട്, വിശ്വാസത്തിന്റെ ഉറപ്പ്. അടുത്ത് ആല്യാസ്തോത്രം 10-ാം വാക്യം ഒന്ന് വായിച്ചേ. യോശുവ പറയാണ്, ഈ 7 ദിവസം ദൈവം നമ്മളോട് പറഞ്ഞു. ഈ പറഞ്ഞ 7 ദിവസവും ഞാൻ പറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്. ഇവിടെ ഏത് കണ്ടീഷൻ വെച്ച്? ഇവിടെ ഏത് കണ്ടീഷനാണ് വെച്ചത്? ദൈവം 2 കണ്ടീഷൻ വെച്ചു. ഇവിടെ യോശുവ ഒരു കണ്ടീഷൻ വയ്ക്കുന്നു. എന്ത് കണ്ടീഷൻ? അനുസരണം. പുരോഹിതനെ അനുസരിക്കോ ഇല്ലയോ എന്ന്, നടത്തിപ്പുകാരനെ അനുസരിക്കോ ഇല്ല എന്നുള്ള ഒരു കണ്ടീഷൻ യോശുവ വെച്ചു. നമ്മൾ ഒരുപാട് അനുസരിക്കുകയും ചെയ്യണം. മതിൽ ചുമ്മാ പറ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം. 1-ാം മതിലും 2-ാം മതിലും ഒക്കെ വിടുന്നത് കഴിഞ്ഞു. അതിൻ്റെ 18-ാം വാക്യം വായിച്ച സിസ്റ്ററെ. അടുത്ത യോശുവയുടെ കണ്ടീഷൻ. നമ്മളെ മുമ്പിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കാണും അകത്തോട്ട് കയറുമ്പോഴേ. കാരണം ദൈവമക്കൾ ഇതിൽ നിന്നൊന്നും എടുക്കാതെ ഇരിക്കാനാണ് മതിൽ കെട്ടിയത്. അവർ നന്മ എടുക്കാതിരിക്കുക. പക്ഷെ നിങ്ങൾ ഈ മതിലിനകത്തേക്ക് കയറുമ്പോൾ ഒരുപാട് നന്മ അവിടെ കിടപ്പുണ്ട്. അതിലൊന്നും ഒന്നുപോലും തുടരുത്. ദൈവമക്കൾ എത്ര വലിയ നന്മയായിരുന്നാലും ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അത് ചിലപ്പം ബന്ധമാകാം, അത് ചിലപ്പം പണമാകാം, ചിലപ്പം സൗഹൃദങ്ങളാകാം. ഉപേക്ഷിക്കേണ്ടത്
കണ്ടീഷൻ. നമ്മൾ ഇന്ന് വരെ ഉപേക്ഷിക്കാൻ ദൈവഹിതമല്ലാത്ത ഉപേക്ഷിച്ചിട്ടുണ്ടോ? എരികോ മതിൽ നിപ്പുണ്ട്, വീഴണം. പക്ഷെ ഇന്ന് വരെ നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എന്ത് ചെയ്തിട്ടില്ല? യോശുവ പറയണം, നിങ്ങൾ അകത്ത് കയറുമ്പോൾ ഒരുപാട് നന്മ കാണും, പക്ഷെ അതെല്ലാം നമുക്ക് ശാപാർപ്പിതമാണ്. അതിലൊന്നുപോലും തുടരുത്. നാലാമത്തെ കണ്ടീഷൻ. 5 കൂടെ പറഞ്ഞുതരാം. 20-ാം വാക്യം വായിരാം. ഇതെന്തിനെ കാണിക്കുന്നു? ഈ മതിൽ വീഴുന്നത് എന്തിനെ കാണിക്കുന്നു? മോൻ പറഞ്ഞു 3 കണ്ണികയിൽ എന്തുണ്ട്? വിശ്വാസമുണ്ട്. പാട്ട് പാടിയപ്പോ പറഞ്ഞില്ലേ 3-ല് വിശ്വാസത്തിന്റെ വിജയത്തെ കാണിക്കുന്നു. 4 കണ്ടീഷൻ അനുസരിച്ചപ്പോൾ 5-ാമത്തത് വിശ്വാസത്തിന്റെ വിജയം. ഈ കണ്ടീഷനുകൾ നമ്മൾ അംഗീകരിക്കാത്താണ് നമുക്ക് ഇതുവരെ വിശ്വാസത്തിൽ വിജയവും